ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പാൻറ് കട്ട് ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കറക്റ്റ് അളവിനുള്ളത് ഒരു പാൻറ് വേണം. നമ്മൾ എപ്പോൾ കട്ട് ചെയ്താലും 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഇറക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമുക്ക് മുകളിൽ ഇലാസ്റ്റിക് വെക്കണം. ഇലാസ്റ്റിക്കിൻ്റെ അളവനുസരിച്ചിരിക്കും. ചിലപ്പോൾ 1 ഇഞ്ച് ആയിരിക്കും, ചിലപ്പോൾ 2 ഇഞ്ച് ആയിരിക്കും. അങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ അളവനുസരിച്ച് നമ്മൾ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇറക്കി വേണം എപ്പോഴായാലും ഈ അളവ് പാൻറ് കട്ട് ചെയ്യാൻ വെക്കേണ്ടത്. എന്നിട്ട് ഇത് മെറ്റീരിയൽ നല്ലതുപോലെ തേച്ച് 4ആയിട്ട് മടക്കി വെക്കണം. എന്നാലേ നമ്മൾ കറക്റ്റ് അളവിന് വരത്തുള്ളൂ. ഈ പാൻറ് നമുക്ക് എളുപ്പം കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റും. മിനിമം 10 മിനിറ്റ് 5 മിനിറ്റ് വേണ്ടായിരിക്കും. അതിനുള്ളിൽ നമുക്ക് ഈ പാൻറ് കട്ട് ചെയ്തെടുക്കാം. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു പാൻറ്റാണ് ഇത് വെറും സിമ്പിൾ സ്റ്റെപ്പുകളാണ്. നമുക്ക് പറയുന്നതിന് സിമ്പിൾ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഇടും. ആദ്യം നമ്മളുടെ അരവെണ്ണം എടുക്കണം. നിങ്ങളെ അരവെണ്ണം എത്ര ആണോ അതനുസരിച്ച് അരവെണ്ണം എടുക്കണം. എന്നിട്ട് ഈ താഴെ കൊടുത്തേക്കുന്ന ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളവിടെ 1-2 ഇഞ്ച് ഇട്ട് വേണം നമ്മൾ ഈ ആം ഹോളൊക്കെ കട്ട് ചെയ്യുമ്പം കൊടുക്കത്തില്ലേ, അതുപോലെ ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഇവിടെ ഞാനൊരു അരവെണ്ണം കൊടുക്കുന്നത് ഒരു 13-14 ഇഞ്ചാണ്. 4ആയിട്ട് മടക്കിയാണേ. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് ഒരു 13-14 നിങ്ങളെ ഇതനുസരിച്ച് കൊടുക്കുക. ഹൈറ്റ് ഉള്ളവരുടെ ഇതനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനവിടെ ഒരു 13 കൊടുക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ അവിടെ കുഴിച്ച് കട്ട് ചെയ്യണം. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു 2 ഇഞ്ച് അവിടെ കുഴിച്ച് കട്ട് ചെയ്താൽ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിടിക്കാതിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം വണ്ണമുള്ള ഒരാൾക്ക് തയ്ക്കുന്നത്. അപ്പം ഒരു 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് കൊടുത്ത് നമുക്കവിടെ കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ചു കൊടുക്കാം. കുഴിച്ചിട്ട് താഴെ എത്ര ആണോ വേണ്ടത് അത്രയും ലെങ്ത്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വണ്ണം വേണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം നമുക്ക് കട്ട് ചെയ്യുന്ന കണ്ടാലോ? നമുക്ക് കട്ട് ചെയ്യാം. ഈ പാൻറ് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും വലിയ പാടൊന്നുമില്ല. എല്ലാവരും വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്തും കട്ട് ചെയ്തും ഒക്കെ പഠിക്കുക. നമ്മളെ പാൻറ്റും ചുരിദാറും ഒക്കെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാം. ഇപ്പം തയ്യക്കൂലിയൊക്കെ എത്ര ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാം.